ഇപ്പോൾ ഓക്സ്ഫോർഡ് കുടുംബത്തിലെ അംഗമായിരുന്ന ദീർഘനാളായി പൊതുജന സേവന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ബിന്ദു മാഡത്തിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഓക്സ്ഫോർഡ് സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ജേക്കബ് സാർ, അതുപോലെ തന്നെ മാനേജർ അനിൽ സാർ, മറ്റ് ബോർഡ് അംഗമായിരുന്ന ശ്രീ യേശുദാസ് സാർ, PTA പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ജിഷ മുരളി, ഇവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ള രക്ഷകർത്താക്കളെ, പ്രിയമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധിയായിട്ടുള്ള വിജയങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സ്കൂള് തുടങ്ങിയത് മുതൽ ഇന്നുവരെയും ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നതിനുള്ള ഒരു ഭാഗ്യം നമ്മൾക്ക് വന്നിട്ടുണ്ട്. അത് വെറുതെ കിട്ടിയതാണെന്ന് ഞാൻ പറയല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, മാനേജർ, അതുപോലെ തന്നെ അതിനോട് ഒത്തു നിൽക്കുന്ന അധ്യാപകരും അനധ്യാപകരും, അവരുടെ എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ സ്കൂളിൽ ഈ നിലയിൽ എത്തുന്നത്. ഇന്ന് നമ്മുടെ സ്കൂള് ഇപ്പം സാറ് പറഞ്ഞു 2003 കുറച്ച് കുട്ടികളുമായി തുടങ്ങിയെങ്കിലും ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിൽ വരെ എത്തുന്നതിനുള്ള ഒരു ഭാഗ്യം നമുക്ക് സിദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറഞ്ഞാൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ നമ്മുടെ ഓരോ ക്ലാസ് റൂമുകളിലും ഓരോ വഞ്ചി പോലും സ്ഥാപിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ നാണയത്തൊട്ടുകൾ ശേഖരിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു രീതി ആദ്യം മുതലേ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അന്ന് ഞാനും ഈ ഓക്സ്ഫോർഡ് കുടുംബത്തിലെ അംഗം തന്നെയായിരുന്നു. ഇപ്പോൾ അല്ലെന്നല്ല, ഇപ്പോഴും ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ് ഞാൻ. എങ്കിലും അന്ന് മുതലേ തുടങ്ങിയതാണ് കുഞ്ഞുങ്ങളെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ അന്ന് ഏറ്റവും നിർധനരായിട്ടുള്ളവർക്ക് ഒരു വീട് വെച്ച് നൽകിയ സംഭവം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട് വെച്ച് നൽകുക എന്ന് പറയുമ്പോൾ വളരെയധികം കടുപ്പമുള്ളൊരു പ്രവൃത്തിയായിരുന്നെങ്കിലും നമ്മുടെ സ്കൂള് അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അതുപോലെ 16 നമ്മുടെ പഞ്ചായത്തിലെ തന്നെ 16 വാർഡുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നിർധനരായ ക്യാൻസർ പേഷ്യന്റ്, അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികളെ, ഇങ്ങനെയുള്ളവരെ എല്ലാവർക്കും ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തിയത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സാധാരണ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്നും ആരും അത് നടത്താറില്ല. അത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും അത് വളരെയധികം ഇത് മനസ്സിലാക്കുക വഴി വളരെയധികം പ്രയോജനപ്രദമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇന്ന് ഏറ്റവും പ്രധാനമായി നമ്മളിവിടെ നടത്തുന്നത് കിഡ്സ് ഫെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഡേയും കൂടാണ്. ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞാല് മക്കളെക്കാൾ കൂടുതൽ താല്പര്യം കൊച്ചുമക്കളോട് തന്നെ ആയിരിക്കും. അത് നമുക്ക് തോന്നുന്നു നമ്മുടെ മക്കളാണ് നമുക്ക് വലുതെന്ന്. പക്ഷെ ഞാനും ഇപ്പോൾ ഒരു മുത്തശ്ശി ആയതുകൊണ്ട് എനിക്കറിയാം അതിനേക്കാൾ നമുക്ക് താല്പര്യം നമ്മുടെ കൊച്ചുമക്കളോടാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് അണുകുടുംബങ്ങളാണ് കൂടുതലും ഉള്ളത്. അവിടെ മുത്തച്ഛനും മുത്തശ്ശിയോടും ഒപ്പം വളരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പോലും വളരെയധികം ഒരു മാറ്റം ഉണ്ടായിരിക്കും. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ഓക്സ്ഫോർഡ് സ്കൂളിനെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് അവരുടെ പഠനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നല്ലൊരു ഭാവിയെ വാർത്തെടുക്കുന്നതിന് നമ്മുടെ ഈ സ്കൂളിന് സാധിക്കും. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിൽ എല്ലാവിധമായ ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കിഡ്സ് ഫെസ്റ്റും ഗ്രാൻഡ് പേരൻസ് ഡേയും എല്ലാവിധമായ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ തുടർന്നുള്ള പ്രവർത്തനത്തിലും എല്ലാവിധ സൗഭാഗ്യങ്ങളും നേരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നോക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ബിന്ദു മാഡത്തിന് സ്കൂളിന്റെ ഒരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി മാനേജർ അനിൽ സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു.